രാഷ്ട്രീയ വിഷയങ്ങളിൽ കലങ്ങിമറിഞ്ഞ് തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗം. മേയർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡെപ്യൂട്ടി മേയർ രംഗത്ത്. ഭരണസ്തംഭനം ആരോപിച്ച് കറുപ്പണിഞ്ഞ് പ്രതിപക്ഷ UDF കൌൺസിലർമാർ. മേയറെ അടക്കം പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത BJP. നീണ്ട 71 ദിവസങ്ങൾക്ക് ശേഷം വിളിച്ചു ചേർത്ത കൌൺസിൽ യോഗം അത്യന്തം നാടകീയ രംഗങ്ങൾക്കാണ് വേദിയായത്. കേരള മുനിസിപ്പൽ ചട്ടങ്ങൾ ലംഘിച്ച് നിയമാനുസൃതം കൌൺസിൽ വിളിക്കാതെ മുന്നോട്ടു പോകുന്ന LDF ഭരണസമിതിക്കെതിരെ കറുത്ത ഗൗണണിഞ്ഞാണ് പ്രതിപക്ഷ UDF കൌൺസിലർമാർ യോഗത്തിലെത്തിയത്. കൌൺസിൽ യോഗ ആരംഭത്തിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങി. പിന്നീട് നടന്ന പൊതുചർച്ചയിൽ മേയറുടെ സുരേഷ് ഗോപി പ്രശംസാ വിവാദവും ഇക്കാര്യത്തിൽ മേയറുടെ രാജി ആവശ്യപ്പെട്ടുള്ള CPIയുടെ പരസ്യ പ്രസ്താവനകളും ഉന്നയിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. ഭരണസ്തംഭനമാണ് നടക്കുന്നത്. പല പദ്ധതികളും അനുവദിച്ച ഫണ്ടുകളും പാഴാകുമ്പോഴും സ്വന്തം മുന്നണിയുടെ പോലും പിൻബലമില്ലാത്ത മേയർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതിനെ സാധൂകരിക്കും വിധമായിരുന്നു മേയർക്കെതിരായ ഡെപ്യൂട്ടി മേയർ ML റോസിയുടെ രൂക്ഷ വിമർശനം. മഴക്കെടുതിക്കും മാലിന്യ പ്രശ്നങ്ങൾക്കുമിടയിലുള്ള മേയറിന്റെയും സംഘത്തിന്റെയും റഷ്യൻ യാത്ര അറിയിച്ചില്ല. മേയർ MK വർഗീസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ണംകുളത്തി, സെക്രട്ടറി, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എന്നിവരെ എടുത്തു പറഞ്ഞായിരുന്നു വിമർശനം. പ്രതിപക്ഷ അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് ഡെപ്യൂട്ടി മേയറുടെ വിമർശനത്തെ സ്വീകരിച്ചത്. കൗൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുൻപിലും വിമർശനങ്ങൾ ഡെപ്യൂട്ടി മേയർ ആവർത്തിച്ചു. നമുക്ക് മാനസികമായിട്ട് വിഷമമുണ്ട്. ജനങ്ങളോട് ഉത്തരം വേണം. ഒന്നും അറിയുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്നത്, അല്ല എന്തിനു പോയി മേയർ അവിടെ ഒരു അക്ഷരം പോലും ചർച്ച ചെയ്യപ്പെടില്ല. എന്നെ മാത്രമല്ലേ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് റോളില്ല. ഇത് ഇവരുടെയാണ് കോർപ്പറേഷൻ, ജനകീയ കോർപ്പറേഷനാണത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോർപ്പറേഷൻ. ഞാൻ LDFന്റെ ആണെങ്കിലും മനസ്സ് തുറന്ന് ഉള്ളു തുറന്ന് വ്യക്തത വരുത്തുന്ന ഒരു കൗൺസിലറാണ്. റഷ്യൻ യാത്ര ഡെപ്യൂട്ടി മേയറോട് പറയാത്തതിൽ ദുഃഖമുണ്ടെന്നും മേയർക്കടക്കം തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്നും അതിന് ശേഷി ഇടതുപക്ഷ മുന്നണിക്കുണ്ടെന്നുമായിരുന്നു വർഗീസ് കണ്ടംകുളത്തിയുടെ മറുപടി. അതേസമയം സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് CPMോ കോൺഗ്രസോ അല്ല, ജനം വോട്ട് ചെയ്തിട്ടാണെന്ന് BJP പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി അഭിപ്രായപ്പെട്ടു. CPMും BJPയും ഒരുമിച്ച് പിന്തുണ നൽകുന്ന സംസ്ഥാനത്തെ ഏക സവിശേഷ മേയറാണ് തൃശൂരിലേതെന്നായിരുന്നു കോൺഗ്രസ് അംഗം ജോൺ ഡാനിയലിന്റെ പരിഹാസം. വിഷയത്തിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ലെന്നും ഇതിൽ ആരൊക്കെ നാളെ BJPയിലേക്ക് വരുമെന്നറിയില്ലെന്നും പറഞ്ഞ BJP അംഗം ഡോക്ടർ V ആതിര മേയർക്ക് മാത്രമല്ല എല്ലാവർക്കും BJPയിലേക്ക് സ്വാഗതമെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ പോലും CPI അംഗങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തിയില്ല എന്നതും ശ്രദ്ധേയമായി. TCV തൃശൂർ.